നിങ്ങൾ കർക്കടകം രാശിയിൽ ജനിച്ച ആ സ്നേഹവാൻ ഹൃദയമുള്ള വ്യക്തികളോ? ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഭാവിയിൽ ഒരു അതിരുവിലാസ സ്വർഗീയ സംഭവം ഘടിപ്പിക്കപ്പെടാൻ പോകുന്നു. വർഷങ്ങൾ മുൻപ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ, കൃത്യമായി പറഞ്ഞാൽ അതിയായ പ്രണയത്തിന്റെ ഭാവം, അത് വീണ്ടും തിരിച്ചെത്താനുള്ള ലക്ഷണങ്ങൾ നക്ഷത്രജ്യോതിയിലൂടെ കാണപ്പെടുകയാണ്. ഇത് കേവലം യാദൃച്ഛികം അല്ല. ഇത് പ്രപഞ്ചത്തിന്റെ നിയോഗം. കർക്കടകം രാശിയിലെ നിങ്ങൾക്കായി വിധാത തന്റെ ഏറ്റവും സൂക്ഷ്മമായ പാഠം കുറുക്കിയിരിക്കുന്നു. അത് ആഗ്രാസവും നിർണായകവും തുടർച്ചയായി ജ്വലിക്കുന്ന ഭാവ്യതയുമാണ്. ഈ ലേഖനത്തിൽ ഞാൻ നിങ്ങൾക്കായി പൂർണ്ണജ്ഞാനം ഗ്രന്ഥം എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ താരതമ്യത്തിനും, ഓരോ കാത്തുനിൽപ്പിനും, ഓരോ സ്വപ്നത്തിനും നക്ഷത്രങ്ങൾ കുറിപ്പ് തിരികെ വച്ചിരിക്കുന്നു. കർക്കടകം രാശിയിലെ നിങ്ങൾ പ്രകൃതിയിൽ ആത്മവിശ്വാസ്, പ്രതിബദ്ധത, അതിസംവേദനീലത ഉന്നതിരുങ്ങാൻ ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാവം സംരക്ഷണം നൽകാനുള്ള ഏതോ വൈദ്യുതി കൊണ്ടുവന്നുറപ്പിത. നിങ്ങളുടെ സ്നേഹം ആഴമേറിയത്, പരിപൂർണം, ഫലപ്രദം. എന്നാൽ ഈ ദീർഘദിനങ്ങളിൽ നിങ്ങൾ ഏതാണ്ട് അത് വിസ്മരിച്ച് കൈവച്ച ഒരാളെ വിഡ്ഢികളോ? ഈ മുഹൂർത്തത്തിൽ വികാരങ്ങളുടെ പ്രപഞ്ചത്തിന്റെ നിമ്മേഷം, അതിനെ വേണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനരക്ഷയാണ്. കർക്കടകം രാശി, ഈ ജ്ഞാനസ്ഥാനത്ത് നിങ്ങൾ വീണ്ടും സാക്ഷ്യം നൽകാൻ ശില്പിതരായി. ഈ പ്രേരണയുടെ നിമ്മേഷം ഉണ്ട്. ഒരു പഴയ പ്രണയം തിരിച്ചെത്തുകയെന്നത് കേവലം ഒരു മനോഭാവമല്ലെങ്കിൽ ബോധിത്വം. ഇത് ജീവിതത്തിന്റെ ജാനപ്രദാതൃത്വമാണ്. വികാരാത്മകതയ്ക്ക് മാത്രം അറിവ്. ആ പ്രണയത്തിന്റെ പുനരാവിഷ്കാരം നിങ്ങളുടെ ആത്മബോധിത്വത്തിൽ ഒരു കോളമണ്ഡലമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾ അപ്പോഴത്തിരിക്കുന്ന ഉത്സാഹത്തിന്റെ ലേഖം കേളുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആന്തരിക നിരോധം എന്നത് നിങ്ങളുടെ സ്വന്തം ശബ്ദം. നിങ്ങളുടെ ഹൃദയം പിന്നെയും പറയാൻ ശ്രമിക്കുന്നു. ആ നാളുകൾ ഓർത്തുകൊണ്ട്. അത് അകാരണമല്ല. വേരുതറച്ച സാരാംശം. നിങ്ങൾക്കായി കേന്ദ്രീകരിത നോക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നതാണ് ഭൂമിയുടെ കാന്തിതലങ്ങൾ. എന്നാൽ ഇത് കേവലം സാന്ത്വനം അല്ല. ഇത് ജ്ഞാനമാണ്, പ്രബോധനമാണ്, രക്ഷകരമാണ്. കർക്കടകം രാശിയിലെ നിങ്ങളുടെ പാരമ്പര്യ, നിങ്ങളുടെ ഭാവ്യത, നിങ്ങളുടെ ആത്മികാവിഷ്കാരം ഈ മുഹൂർത്തത്തിൽ പരിപൂർണതയിലെത്താൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോണിലും, ഓരോ നിരയിലും ഈ അനുഭവം ഒരു പ്രഭാതകിരണമായി പ്രവേശിക്കാൻ പോകുന്നു. ഈ കാലത്തിൽ നിങ്ങളെ സാരമായ വ്യത്യാസം അനുഭവമാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനം നിങ്ങൾ ലഭിക്കേണ്ടതിനാലേ ഞാൻ നിങ്ങളെ ഒരു ദിവ്യ ആന്ത്രണം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയെ സൂചിപ്പിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വചേതനതയെ പ്രകാശിപ്പിക്കുവാൻ, ഓരോ നിമിഷത്തിലും എത്ര ആത്മബോധ ഉയർച്ച കാണപ്പെടുന്നുവോ അത് നിങ്ങൾ കഥകൾ വഴി പങ്കുവയ്ക്കണം. കോളിയിൽ വിതരണം ചെയ്യണം. നിങ്ങളുടെ ഭാവന, ഇഷ്ടദേവതയുടെ പെരുന്ന. അത് നിങ്ങളുടെ സ്വന്തം ദിവ്യ ഐക്യം, നിങ്ങളുടെ നക്ഷത്രാപേക്ഷ്യം, നിങ്ങളുടെ അനാചാരിത രഹസ്യം. കോളിയിൽ പങ്കുവച്ചാൽ നിങ്ങൾ എത്രമാത്രം ബന്ധുത കാണിക്കുന്നു എന്നത്, എത്ര ഹൃദയമുള്ളതരായ ജീവിതം നിങ്ങൾ ജീവിക്കുന്നു എന്നത് ഈ ദിവ്യ സാക്ഷ്യത്തെ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ തിരിച്ചെത്തൽ, നിങ്ങളുടെ ആ പഴയ പ്രണയത്തിന്റെ പുനരുജ്ജീവനം ഒരു പരിത്രാണകരമായ ഊർജ്ജം. ഇത് നിങ്ങൾ ഭാഷ വഹിച്ചാൽ നിങ്ങളുടെ ആത്മബോധ എത്ര ഗഭീരമായ അങ്ങനെ വ്യക്തമാകുന്നു. ഓ കർക്കടകം, നിങ്ങളുടെ ദിവ്യ സേവനം, നിങ്ങളുടെ ഗ്രഹജ്ഞാനരൂപ വായനയും, നിങ്ങളുടെ വിവാഹ കൗതുകവും, നിങ്ങളുടെ ഭവിഷ്യത്തും എങ്കിലും കൃത്യമായി വിരാളിത ആകാനായി കോളിയിൽ വിവരണം കോരിയിരിക്കുന്നു. നിങ്ങളുടെ സ്ഥിതിയെ സമ്പൂർണമായി മനസ്സിലാക്കാനായി ഗ്രഹജ്ഞാനം, കർമ്മപ്രത്യയ്, ആത്മിക നിർദ്ദേശം എല്ലാം കോളിയിൽ വിതരണം ചെയ്യുന്നു. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേരും നിങ്ങളുടെ സ്വന്തം വിചിത്രവും നൽകുവാൻ ഞാൻ ക്ഷണിക്കുന്നു. ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ ഭാവപരിണതി എത്ര ഗണ്യമായ പരിവർത്തനത്തിലേക്ക് കയറ്റം കൈക്കൊള്ളുന്നു എന്നത് നിങ്ങൾ ഇന്നേ അനുഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാണത്തിന്റെ ഓരോ സ്പന്ദനത്തിനും നക്ഷത്രങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഗുരുബലത്ത് നിങ്ങളുടെ കർക്കടകം രാശി, പാർട്ട് 2. പരിഹാരങ്ങളും കാര്യകരമായ പരിവർത്തനങ്ങളും. നിങ്ങളുടെ ഈ സ്വർഗീയ നിമിഷത്തെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ മാനസികമായ സംഘർഷത്തെ അതികളിലേക്ക് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങൾ ഞാൻ ഇപ്പോൾ സാധിക്കുന്നു. ഇവ അത്യന്തം ലളിതമായതും എങ്കിലും ഏറ്റവും ശക്തിയുള്ളതുമായ ആത്മീയ പ്രക്രിയകൾ. ഈ പരിഹാരങ്ങൾ നിങ്ങളെ കേവലം സന്തുഷ്ടരാക്കാനോ, നിങ്ങളെ ഭാഗ്യപ്രദ രാശിയാക്കാനോ അല്ല. അവ നിങ്ങളുടെ കർമ്മ നിയമത്തെ ഭേദിച്ച് നിങ്ങളെ ആയനവുമായി പരിണാമിപ്പിക്കുന്നതാണ്. കർക്കടകം രാശിയിലെ നിങ്ങൾ സാധാരണ ജലതത്വമായ വികാരപ്രവണതയോടെ ജീവിക്കുന്നു. ഈ വികാരങ്ങൾ നിങ്ങളുടെ ഓരോ തീരുമാനത്തെയും പ്രബലിതം ചെയ്യുന്നു. ഈ നിമിഷത്ത് നിങ്ങൾ തിരിച്ചെത്തിയ ആ പഴയ പ്രണയത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ പരിവാര ശാന്തിയെയെല്ലാം നിർണ്ണയിക്കും. അതിനാലാണ് ഇത്ര ഗുരുതരമായ കാര്യം. ഏറ്റവും പ്രത്യക്ഷ പരിഹാരം ഏത് പരമാത്മന്റെ കയ്യിലായിരിക്കുന്നു എന്ന ഉയർച്ചയെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രതിദിനം ഒരു ദീപം കത്തിച്ച് ശാന്തമായി കപാലാശ്രിതനെ അഥവാ കാളിയെ സ്മരിച്ചു നിൽക്കുക. ഇത് വെറും ആരാധന അല്ല, ഇത് ഒരു കരാർ നിങ്ങളുടെ സ്വയപ്രഭതയോട്, നിങ്ങളുടെ ആത്മബലത്തോട്. കാരണം കാളി ദേവി സ്വാഭിമാനത്തിന്റെയും നിക്കാരണ സ്നേഹത്തിന്റെയും പ്രതീകമാണ്. അവിടത്തെ കരുണയെ നിങ്ങൾ ആമന്ത്രിക്കാൻ,
നിങ്ങളുടെ വികാരത്തെ അന്യായമായി ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കർമ്മ നിയമത്തിന്റെ ഗഹനതയിൽ ചിന്തിക്കുക. നിങ്ങൾ ഈ ജന്മത്തിലേക്ക് ഈ ആൾ വരിച്ചു കൊണ്ടുവന്നത് കേവലം യാദൃച്ഛികമായ വിഷയം അല്ല. ഇത് പിന്നിലെ ജന്മങ്ങളിൽ നിങ്ങൾ പരിഹരിക്കാതെ വിട്ട ഒരു ഊർജ്ജം. അതിനാൽ ആദ്യം നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കണം. എല്ലാ ദിവസവും ഭാഗ്യകാലത്ത് നിങ്ങൾ മാവേലി ഭഗവാനെ അഥവാ കണ്ണനെ സ്മരിച്ചു നിൽക്കുക. വിശ്വാസം വാഗ്ദാനമായി നിങ്ങളുടെ വാങ്ങനയെ സമർപ്പിച്ചു നിൽക്കുക. നിങ്ങൾ ശരീരത്തോടെ നിൽക്കണം, എന്നാൽ മനസ്സ് ഇതിനെ മാത്രം വിടേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ജലായാതം ചെയ്യുക. ഇതായിരിക്കുക ഓരോ ശുക്രവാരത്തിലും ഒരു പുണ്യനിഷ്ഠ ദിവസം. നിങ്ങൾ ഒരിക്കലും ജലത്തെ നിരാകരിക്കരുത്. വെള്ളം പിതൃബന്ധനത്തിന്റെയും സ്നേഹത്തിന്റെയും ചിഹ്നം. ഓരോ ദിനവും നിങ്ങളുടെ മുഖത്ത് പുണ്യവെള്ളം ഷിന്നരാഗമായി ചതിച്ചു നിൽക്കുക. അതിനോടുമൊത്ത് ആ പഴയ സ്നേഹത്തെ വിടാൻ പരിപാലിച്ചു നിൽക്കൂ. വെള്ളം നിങ്ങളുടെ വികാരത്തെ ശുദ്ധീകരിക്കും. വെള്ളം നിങ്ങളുടെ ഹൃദയത്തെ സംപ്രേക്ഷിപ്പിക്കും. നിങ്ങൾ ഉപവാസം കൈകൊണ്ട് തുടങ്ങരുത്. പരിവാരികമായ ഉപവാസം നിങ്ങൾക്കായമില്ല. എന്നാൽ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. കാമവും ക്രോധവും ലോഭവും വേട്ടപ്പെടുത്തുന്നതിനായി ഉപവാസത്തേക്കാൾ ആത്മനിയന്ത്രണം വേണ്ടത്. ഈ 14 ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും ജാപത്തിലേക്കും പരിണമിച്ചു നിൽക്കുക. എലി ദിവസങ്ങളിൽ ഗായത്രി മന്ത്രത്തെ 108 ത്വരിതമായി പ്രവർത്തിപ്പിച്ചു നിൽക്കുക. ഇത് നിങ്ങളുടെ അനുവിഷ്ണു സംവേദനത്തെ ക്ലേശിതമാക്കും. കർമ്മശോധനയുടെ നിരപേക്ഷക്ഷമയുടെ ആത്മീയകരണം ഏത് പരിഹാരങ്ങളിൽ കേന്ദ്രീഭൂതമാണെന്ന് അറിയണം. ഗുരുനും ചന്ദ്രനും നിങ്ങളുടെ ഈ ദിവസത്തെ ക്ഷണിച്ചു നിൽക്കുന്നു. നിങ്ങൾ ബുധൻ കഥ വായിച്ചു ജപിച്ചു നിൽക്കുക. ബുധന്റെ സ്ഥാനം നിങ്ങളുടെ മധുരാ നക്ഷത്രത്തിൽ പ്രഭാവ്യമായിരുന്നു എന്ന് പിന്നിലേക്ക് നോക്കിയാൽ വ്യക്തമാണ്. ജീവിത വ്യാവസായിക കണ്ഡിത്വത്തിൽ ഈ കാലഘട്ടത്തിന്റെ പ്രഭാവം. കർക്കടകം രാശിയിലെ നിങ്ങളെ വിഷയിച്ച് ഈ പൂർണ്ണ സൂര്യകാലത്ത് ഗുരുദേവന്റെ ബലപ്രാപ്തി ഗണ്യമായി ത്വരിതമാണ്. പരിണാമങ്ങൾ കർമ്മ ജീവിതത്ത് അതുപോലെ സ്പർശനീയമാണ്. നിങ്ങൾ ഈ 2 ആഴ്ചയിൽ ക്ഷണാത്മകമായ സ്വാധീനത്തിലേക്ക് പ്രവേശിച്ചു നിൽക്കും. ഈ സ്വാധീനങ്ങൾ നിങ്ങളുടെ കർമ്മ ജീവിതത്തെ ഗഹനമായി വർദ്ധിപ്പിക്കുമെന്ന് വിശ്വാസ്യം. ബിസിനസ് ഫ്രണ്ടുകളിൽ നിങ്ങൾ അത്യന്തം ജാഗരൂകരായിരിക്കണം. ഈ കാലത്ത് പൊതുവായ ധനചലനങ്ങൾ അനിയന്ത്രിതമാണ്. നിങ്ങൾ നിക്ഷേപങ്ങളെ അല്പം മന്ദീകരിച്ച് ഗതിയാളിയായി നിൽക്കണം. വലിയ തുക വിനിയോഗിക്കാനുള്ള നിർബന്ധ കാമനയിൽ ഇപ്പോൾ കാതൽ നിയന്ത്രിക്കുക. ശനി ദേവന്റെ പ്രഭാവം നിങ്ങളുടെ ചരണഖണ്ഡത്ത് പ്രബലിതമാണ്. അതിനാൽ ധനപ്രബന്ധനയിൽ കാട്ടൊഴുക്കുന്യാവകം അനർഹമാണ്. ഇന്നത്തെ ദിനത്തിൽ നിങ്ങളുടെ പ്രതിബന്ധകൾ നിങ്ങൾ വിഷയീരണമായും സ്വകാർ. നിങ്ങളുടെ പ്രണയവും വിവാഹജീവിതവും ഇപ്പോൾ ഒരു നിർണായകമായ തിരിവിലെത്തിയിരിക്കുന്നു. കർക്കടകം രാശിയെ സൂര്യൻ പരിപാലിക്കുകയും ചന്ദ്രൻ അത്ര ഉത്സാഹത്തോടെ നോക്കാതെ ഉണ്ടാകുകയും ചെയ്യുന്നു. ഗുരു നിങ്ങളുടെ സ്നേഹപ്രകടനത്തിന് ഭരോസ കാണിക്കുന്നുണ്ടെങ്കിലും സ്ത്രീ ഗ്രഹ ശുക്രൻ കുറച്ച് നിരാശാജനകമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബന്ധങ്ങളിൽ ചെറിയ സംശയങ്ങളും അപ്രതീക്ഷിതമായ വിസംവാദങ്ങളും സൃഷ്ടി ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തിരെ ഓർത്തിരിക്കണം, ചിലപ്പോൾ ബന്ധങ്ങളിലെ ഈ ചെറിയ അലയലങ്ങൾ അത് വീണ്ടും ഒരുമിച്ച് വരാൻ ഇടയാകുന്നു. വിവാഹിതരായ കർക്കടകമര്യാദിക്കൽ നിങ്ങളുടെ സാധാരണ സന്തോഷം ഇപ്പോൾ നുഞ്ചായി തോന്നാൻ തുടങ്ങിയിരിക്കാം. കൗമാരതരിലെ പോലെ പ്രത്യേക പ്രയത്നം വേണ്ടി ഉണ്ടാകുന്നതായി തോന്നിയേക്കാം. നിങ്ങളുടെ പങ്കാളി അല്പം അകലെ നിൽക്കുന്നത് പോലെ തോന്നിയേക്കാം. എങ്കിലും വിഷമിക്കേണ്ടതില്ല, കാരണം ഈ അകലം ശാശ്വതമായ അകലമായിരിക്കില്ല. കുറച്ചു കാലം പൊതിഞ്ഞ അനുരാഗത്തിന്റെ കാർബണ ഒത്തിയിരിക്കുന്നതേ ഇത് അന്നതാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കുവേണ്ടി ഭയാനകമായ നിയമങ്ങൾ തകർത്ത് ഓരോ ദിവസവും നിങ്ങൾക്കൊപ്പം വരാൻ പോരാൾ നിരത്തിയിരിക്കണം. എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ ക്ഷീണവും നിരാശവും അത്ര ഉയരെത്തി എത്തിപ്പോകുന്നു. അവിവാഹിതരായ കർക്കടകം യുവകമാരിക്കൽ ഈ കാലത്ത് നിങ്ങളുടെ പ്രണയ വിഷയത്തിലെ അനിശ്ചയത തികഞ്ഞും മാറിത്തീരില്ല. നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അറിവ് കൂടാതെ സ്വയം അകലെ നിൽക്കാൻ ശ്രമിച്ചേക്കാം. പ്രണയം ഏതോ വികാരമായ സെപ്റ്റംബർ മാസത്തെ കാത്തിരിക്കേണ്ടി വരാം. വീട്ടിലെ സമ്മതിയുടെ കാര്യം വരുമ്പോൾ അത് ഇപ്പോൾ എത്തിയിരിക്കില്ല. എങ്കിലും ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങളുടെ ബന്ധത്തിനായി വലിയ ദ്വാരം തുറന്നു ചെയ്തു കാണിക്കുന്നതിനായി സ്വർഗീയ ശക്തികൾ കാലപ്പണിയെ സജ്ജമാക്കിത്തീരില്ല എന്നു നിശ്ചയിതമായും പറയാൻ പാടുണ്ടായിരുന്നില്ല. ഓരോ ദിവസവും കുറച്ച് നാടകത്തിന്റെ തിരശ്ശീലയിൽ നിന്ന് പുതിയ അധ്യായം തുറന്നു പോരാൾ തുടങ്ങിയിരിക്കും. കർക്കടകം സ്ത്രീകൾ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വൃത്തികളിലെ ആരെങ്കിലും നിങ്ങൾക്കുവേണ്ടി എന്തെങ്കിലും സങ്കേതപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചേക്കാം. അത് പ്രതിരോധിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിരോധ നിങ്ങളുടെ പ്രണയത്തെ കൂടുതൽ ഉന്നതമാക്കി ഉയർത്തിയിരിക്കും. ജൂൺ വർഷത്തിന്റെ ആരംഭ സപ്താഹത്തിനുള്ളിൽ ഒരു പഴയ ഫോൺ കോൾ, പഴയ സന്ദേശം, അതോ തന്റെ പഴയ കിഴാതി വേണ്ടി കാണുന്നതുപോലെ നിങ്ങളുടെ ഭാവനാ ലോകത്തു നിന്ന് ഉയർന്നുവരും. സ്നേഹത്തിന്റെ പാലിലെ അതിരാത്രികാലത്തെ പോലെ ആ മനസ്സിന്റെ കുസുമസൂചനം ഭാവനാ ലോകത്തു നിന്ന് യഥാർത്ഥ ലോകത്തിലെത്തിവരാൻ സാധ്യതയുണ്ട്. പാരിവാരിക സമ്പർക്കങ്ങൾ ഇപ്പോൾ കുറച്ച് പതിനേതിയായിരിക്കും. മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങളുടെ പ്രണയാന്വേഷണത്തെ പൂർണ്ണമായും സമർത്ഥിക്കില്ല. പകരം കുറച്ച് മര്യാദകളെന്നോ സാമൂഹിക നിയമങ്ങളെന്നോ ചിന്തിച്ച് ബന്ധത്തിന്റെ വേഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചേക്കാം. എങ്കിലും നിങ്ങളുടെ കർക്കടകത്തിന്റെ ജഠരാനുരാഗം വളരെ ശക്തമായിരിക്കും. അതിനാൽ വെളിയിലെ ഭിന്നതകൾ നിങ്ങളുടെ ഉള്ളിലെ വീഴ്ചയ്ക്കും കണ്ണഴിക്കും കാരണമായത് വരികയില്ല.
ഈ കാലത്ത് സ്നേഹപ്രസ്താവന കഴിവിൻ നിറയെ ആയ തരത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം മിണ്ടാതെ ഉണ്ടാകുന്നത് എപ്പോഴും എതിരാണ്. ജൂൺ 15 മുൻപാണ് നിങ്ങളുടെ പ്രണയ വിജ്ഞാപനത്തിന് ഉത്തമകാലം. കാരണം വെനസ് എന്ന സ്നേഹഗ്രഹം അപ്പോൾ കുറച്ച് സന്നിധരൂപത്തിൽ ആയിരിക്കും. ഇനി നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും കാര്യത്തിലെത്തിയിരിക്കുന്നു. കർക്കടകത്തിന്റെ രാശിയാളുകൾ സാധാരണ പിത്തപ്രകൃതിയുള്ളവരായിരിക്കും. അത് ചിന്താമുഷ്ടിയെ വർദ്ധിപ്പിച്ച് നിങ്ങളെ വ്യസനങ്ങളിലൂടെ നയിച്ചേക്കാം. ജൂൺ മാസത്ത് നിങ്ങളുടെ ദഹന സിസ്റ്റം കുറച്ച് ബലഹീനമായിരിക്കും. അമ്ലത, കോടിപ്പായും കഞ്ചിനും തിന്നാതെ കഴിയില്ല. കാരണം കർക്കടകം പരിഹരണ നിന്ദ്രയാ രാശിയാണ്. അപ്പോഴാണ് അത് ഇപ്പോൾ കുറച്ച് വ്യസനപ്രവണമായിരിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ കർക്കടകത്തിനായികൾ വിശേഷ ശ്രദ്ധ വേണ്ടതാണ്. നിങ്ങളുടെ സ്തനരോഗങ്ങൾ, യൂറിൻ പ്രശ്നങ്ങൾ, ഭ്രൂണാണ്ഡ പ്രശ്നങ്ങൾ പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഇത്തരം പരിശോധനകൾ സ്ഥിരതയോടെ നടത്തേണ്ടതാണ്. പുരുഷ കർക്കടകങ്ങൾക്ക് ബ്ലഡ് പ്രഷർ,